നബിസ്നേഹം നിനക്കുണ്ടെങ്കിൽ അത് നിന്നിൽ വെളിവാകും. അത് നബിയോടുള്ള കേവലം സുന്നത്തിനോടുള്ള പ്രേമവുമല്ല. അത് വലിയതല്ലേ, സുന്നത്ത് വലുതല്ലേ 100%. പക്ഷെ അതല്ല നബിയോടുള്ള സ്നേഹം. അത് സുന്നത്തിനോടും അതുവഴി സ്വർഗത്തോടുള്ള പ്രേമമാണ്. സ്വർഗത്തോടുള്ള പ്രേമം നബിയോടുള്ള പ്രേമമല്ല, അള്ളാഹുവിനോടുള്ള പ്രേമമല്ല. അത് നമ്മളുടെ സെൽഫിഷാണ്. നമുക്ക് സ്വർഗം കിട്ടണം, നമ്മൾക്ക് കിട്ടണം. അതാണത്. നമ്മൾ 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 ഉപ്പിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ ഉപ്പ് ലയിക്കുമ്പോഴാണ്. പിന്നെ ഉപ്പില്ലാതാവുകയാണ്. പിന്നെ ഉപ്പ് ലയിച്ചത് മാത്രം ബാക്കിയാവും, ഉപ്പ് പിന്നെ ഉണ്ടാവില്ല. ഉപ്പുണ്ടായിരുന്നാൽ ഉപ്പ് ലയിച്ചിട്ടില്ല. ഉപ്പ് ലയിക്കാത്ത കാലത്തോളം ഭക്ഷണം നന്നാവുകയുമില്ല. ഭക്ഷണം നന്നായാൽ ഉപ്പിനെ പറ്റി ആരും പറയില്ല. ഭക്ഷണം മോശമായാൽ ഉപ്പിനെ പറ്റി പറയും. അപ്പോൾ അദ്ദേഹത്തിന് ഇസ്മും ഫനായി പോയി. നമ്മൾ ഉപ്പ് കുറയുമ്പോഴാണ് ഉപ്പ് എന്ന് പറയുക. ഉപ്പ് പാകത്തിനാണെങ്കിൽ മിണ്ടനില്ല. ഇതാണ് സത്യത്തിൽ ഫനാ ഉല്ലാഹി ഫനാ റസൂലി. അള്ളാഹുവിനും റസൂലിനും ലയിച്ച ഒരാൾ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല. പിന്നെ അള്ളാഹു റസൂൽ ഉണ്ടാവുള്ളൂ. അവനെ പറ്റി ആരും അറിയില്ല. ലയിക്കാത്ത കാലത്തോളം അവനെ പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവൻ്റെ തലയെക്കെട്ട് ഉഷാറാണ്, താടി ഉഷാറാണ്, അങ്ങനെയാണ്, മറ്റന്നാൾ മറിച്ചതാണ്, അങ്ങനെ പറഞ്ഞു നല്ലോണം അന്തത്തോടു കൂടി ആലോചിക്കും. ഉപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴാണ് ഉപ്പിനെ പറ്റി പറയാ? ഉപ്പ് ഇല്ലാതിരിക്കുമ്പോൾ പറയുന്നതാണ് ഉപ്പിൻ്റെ ഇസ്മ. ഉപ്പുണ്ടാവുമ്പോൾ ഉപ്പിനെ പറ്റി പറയുകയില്ല. ഉപ്പിനെ പറ്റി പറയപ്പെടാൻ നല്ലത് ഉപ്പ് പാകത്തിലകതക്കലാണ്. കൂടിയാലും ഉപ്പിനെ പറ്റി പറയും, കുറഞ്ഞാലും പറ്റി പറയും. ഇത് കുറച്ച് കൂടുതലാണല്ലോ, ഇത് ഉപ്പ് ലേശം കുറവാണല്ലോ. ഉപ്പ് പാകത്തിലാണെങ്കിലോ ഉപ്പ് എന്നൊരാൾ ഇതിൽ പ്രവർത്തിച്ചു എന്ന് പോലും അറിയുകയില്ല. സത്യത്തിൽ ആ ഭക്ഷണത്തെ നന്നാക്കിയതാരാ? ഉപ്പാണ്. അയാൾ ആക്ട് ചെയ്തത് വളരെ ആത്മാർത്ഥമായിട്ടാണ്. പക്ഷെ അയാളെ പറ്റി ആരും അറിയില്ല. അതേ സമയത്ത് അപ്പൊ ഉമ്മ പറയും, ഉപ്പ് ലേശം കുറഞ്ഞല്ലോ ഉമ്മ, ഉപ്പിട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അഹങ്കാരിയായി കിടക്കണം. എവിടെ? അഹങ്കാരിയായ ഉപ്പിനെ പറ്റി പറയും. ഉമ്മ പറയും ഉപ്പിട്ടിട്ടുണ്ട്. അപ്പം ആ വലിയൊരു കയ്യിൽ ഒരു തവി കൊണ്ടുവന്നിട്ട് ഇളക്കി ഒട്ടിച്ച് നോക്കും. അപ്പം പിന്നെ എന്താ ചെയ്ത് പാതനായി. നേരത്തെ അഹങ്കാരിയായി കിടക്കണം. ഞാൻ എന്താ, ഞാൻ എന്നെ നിങ്ങളൊക്കെ ഉണ്ടായിട്ട് ഞാനില്ലാതാകണം എന്തിനാ? അപ്പോൾ അയാൾ പിന്നെ എന്ത് ചെയ്തു? അയാൾ ഇല്ലാതെയായപ്പോൾ ദിക്റും ഇല്ലാതെയായി. അയാളെ പറ്റി പറഞ്ഞതും ഇല്ല. അയാളും ഇല്ലാതായി, അയാളെ ഓർമ്മയും ഇല്ലാതെയായി. പക്ഷെ അപ്പോൾ ഭക്ഷണം ഉണ്ടായി. ഭക്ഷണത്തെ രസദായകമാക്കിയത് ഉപ്പായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്താണ് ഉപ്പിന്റെ പ്രാധാന്യം എന്ന് ചോദിക്കവേ പുണ്യ റസൂൽ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഷൈഉൻ ത്വയ്യിബ ത്വഅമ യാ ആയിഷ, ആ ഭക്ഷണത്തെ രസദായകമാക്കിയത് ഉപ്പാണ് ആയിഷ എന്നാണ് പുണ്യ റസൂൽ പറഞ്ഞത്. അപ്പൊ അതിലൊരു രസം ഉണ്ടെങ്കിൽ നിങ്ങൾ അയാൾ പറയാനില്ല, പിന്നെ രസത്തിന് പറയും. നല്ല രസമുണ്ട്. അത് മറന്നു. ഇതിനെ വളരെ ആക്ടിയാളും മറന്നേ പോയി. അതാണ് അബ്ദിന്റെ ഉത്തരവാദിത്വം. അബ്ദ് ഫനായിലാകുമ്പോൾ മഅബൂദ് ഓർമ്മിക്കപ്പെടും. ഒരല്ലാഹുവിൻ്റെ ഒരു വലിയനാണെങ്കിൽ അയാളെ കണ്ടാൽ അയാളെയല്ല ഓർമ്മ വരിക. മൻ റആഹു ദക്കറല്ലാഹ്, ആരെങ്കിലും അയാളെ കണ്ടാൽ അള്ളാഹിനെ ഓർമ്മ വരും. ഭക്ഷണം നന്നായാൽ രസത്തെ ഓർമ്മ വരും. നല്ല രസമുണ്ട്. ഉപ്പ് ആക്ട് ചെയ്തിട്ടില്ലെങ്കിലോ ഉപ്പിനെ ഓർമ്മ വരും. നമ്മളൊക്കെ ജനങ്ങൾ അറിയുന്നത് നമ്മൾ അള്ളാഹുവിലേക്ക് അതുകൊണ്ടാണ്. അള്ളാഹു ജയിച്ചു. എങ്ങനെയാണ്? ഹല്ലാജ്, മൻസൂറുൽ ഹല്ലാജിനെ ജനങ്ങൾ കൊന്നതാണ്. എന്നാ മൻസൂറുൽ ഹല്ലാജ്? മൻസൂറുൽ ഹല്ലാജ് ആദ്യത്തെ 3 നൂറ്റാണ്ടിനുള്ളിലാണ്. മൻസൂറുൽ ഹല്ലാജിനെ ആക്ഷേപിക്കുന്നവർ ഈ കഴിഞ്ഞ ആഴ്ച പോലും കേരളത്തിലുണ്ടായിട്ടുണ്ട്. 3 നൂറ്റാണ്ടുകൾക്കുള്ളിൽ വന്നുപോയ മഹാന്മാരിൽ ഒരാളാണ് മൻസൂറുൽ ഹല്ലാജ്. എത്രത്തോളം എന്ന് പറഞ്ഞ മനസ്സിലാങ്ങൾ വളരെ ചിന്തിക്കണം. മൻസൂറുൽ ഹല്ലാജ് അള്ളാഹു ജയിച്ചു. പിന്നൊന്നും ഓർമ്മയില്ല, അല്ലല്ലാതെ. അപ്പോൾ ജനങ്ങൾ മൻസൂറുൽ ഹല്ലാജിനെ കൊന്നു. എന്തുകൊണ്ട്? ഞാൻ അള്ളാഹു ആണെന്ന് മൻസൂറുൽ ഹല്ലാജ് വാദിച്ചു എന്നതാണ്. മൻസൂർ അങ്ങനെയാണ്.
സൂഫി എന്ന ഒരു കവിതയുണ്ട്. അത് യൂസുഫ് അലിയാണ് എഴുതിയതെന്ന് എൻ്റെ ഓർമ്മ. വാതിലിൽ മുട്ടുന്നതാർ ചോദിച്ചു ദൈവം ശങ്ക, വേദമുത്തരം കേൾക്കായി നീ തന്നെ മഹാപ്രഭു. ഇതാണ് അവസാനത്തെ വരി. ഈ കവിതയെ 1990 എഴുതിയെന്ന് എൻ്റെ ഓർമ്മ. അന്ന് ഞാനത് പഠിച്ചതാണ്. ഓർമ്മയിൽ നിന്ന് എടുത്തിട്ട് അതവരെ ശകലം മാത്രം. സൂഫി എന്നാണ് കവിതയുടെ പേര്. അതായത് സൂഫി എന്ത് ചെയ്ത, സൂഫി സ്വർഗത്തിൻ്റെ വാതിലിൽ പോയി മുട്ടി. അപ്പോൾ സൂഫിയോട് ചോദിച്ചു, ആരാണ് വാതിൽ മുട്ടുന്നത്? അപ്പോൾ സൂഫി പറഞ്ഞു, ഞാൻ തന്നെ മഹാപ്രഭു, ഞാനാണ്. അപ്പോൾ പറഞ്ഞു, പോയിക്കോ, ഞാനില്ല, ഞാനേ ഉള്ളൂ, ഞാനല്ലാത്തൊരു ഞാനില്ല, പോയിക്കോ. അതിൽ പക്ഷെ അദ്വൈതം അതിൽ കയറിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അതിൻ്റെ ആഴം അങ്ങനെ ആയിരിക്കാം. ഞാനൊരു ഫിസിക്കലി അദ്വൈതത്തെ പറ്റിയല്ല ഇവിടെ പറയുന്നത്, അവിടെയും പഠിക്കേണ്ടതുണ്ട്. ഏതായാലും അവസാനം പിന്നെ ഭൂമിയിൽ വന്ന് ഭഗ്നകാമനായി സൂഫി മടങ്ങിപ്പാരിൽ വന്നു, വിഘ്നങ്ങൾ താണ്ടിക്കൊണ്ടും ജീവിത പ്രഹരങ്ങൾ ഏറ്റുവാങ്ങിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത വരി കവിത. പിന്നെ വീണ്ടും ഭൂമിയിൽ സൂഫി വന്നിട്ട് വീണ്ടും കഷ്ടപ്പെട്ടും പരിഹാസങ്ങൾ. സൂഫികളൊക്കെ ജനങ്ങൾ പരിഹസിക്കും. ഒരാൾ നല്ലവനാണെങ്കിൽ അയാളെ പരിഹസിച്ചുകൊണ്ടേയിരിക്കും. ഒരാൾ ആക്ട് ചെയ്യുകയാണെങ്കിൽ ആരും പരിഹസിക്കില്ല. മനസ്സിലായില്ല? ഒരാൾ ആക്ട് ചെയ്യുകയാണെങ്കിൽ ആരും പരിഹസിക്കില്ല. ഒരാൾ നല്ലവനാണെങ്കിൽ പരിഹസിച്ചുകൊണ്ടേയിരിക്കും. ഒരാൾ ദരിദ്രനാണെങ്കിൽ എൻ്റെ അമ്മോശാക്കം അവനെ പറ്റി എന്താ പറയുക? ആരൊക്കെ കൊള്ളൂല. ഓനെൻ്റെ മകളെ കെട്ടിച്ചു കൊടുത്ത് ഞാൻ കുടുങ്ങി. ഒരാൾ ഒരു ആക്ടറാണ്, അയാൾ ദരിദ്രനായി മനോഹരമായി അഭിനയിച്ചാൽ അയാളെ മോശമൊക്കെ എന്താ പറയുക? എൻ്റെ കുട്ടി നല്ല കഞ്ഞിക്കലിനാക്കി. മനസ്സിലായി? എന്താ പറയുക? ഓൻ നല്ല പൈസ കിട്ടും, ഓൻ ഇനി അടുത്ത നാടകത്തിന് വിളിക്കും, അടുത്ത സിനിമക്ക് വിളിക്കും. അപ്പം പള്ളർച്ച് പൈസ ഉറപ്പാണ്. അപ്പം സന്തോഷിക്കുക ചെയ്യുക. പഠിച്ച തമ്പുരാനെ, ഞാനെന്തോ പറഞ്ഞോയോ? ഉദാഹരണം പറയാം, ഒരാൾ തന്നെ 10 പൈസ ഇല്ലാത്ത ദരിദ്രനാണ് എങ്കിൽ, ദരിദ്രനാണെങ്കിൽ ഒറിജിനൽ റിയലി അയാൾ ആരാണ്? വളരെ 10 പൈസ ഇല്ലാത്ത ദരിദ്രനാണ് എങ്കിൽ അയാൾ അമോശാക്ക. അയാളെ പറ്റി പറയുന്ന കുറ്റത്തിന് കണക്കുണ്ടാവില്ല. അതേസമയത്ത് ഒരു നാടകത്തിൽ ഒരാൾ ഏറ്റവും ദരിദ്രനായി അതിവിദഗ്ധമായി ആക്ട് ചെയ്ത് ഒപ്പിച്ചാൽ അത് കണ്ടിരിക്കുന്ന അയാൾ അമോശാക്ക എന്താ പറയുക? എൻ്റെ കുട്ടിക്ക് വായിച്ചിട്ടില്ല. എന്തുകൊണ്ട്? പൈസ പള്ളർച്ചിട്ടു, ആക്ടിൽ പള്ള. അങ്ങനെയാണ്. ഒരാൾ സൂഫിയായി ആക്ട് ചെയ്യാൻ എല്ലാവരും പറയും മഹാനാണ്. ഒരാൾ സൂഫിയാണെങ്കിൽ നാട്ടിൽ നിന്ന് പുറത്താക്കും. പുറത്തു പറയണ്ട, സത്യം. ആക്ട് ചെയ്യുന്നവരെല്ലാവരും വിലക്കെടുത്ത് ഞങ്ങൾ മഹാനായ നേതാവാണ് എന്ന് പറയും. ഇതൊക്കെ സത്യങ്ങളാണ്. ഇതിൻ്റെ അപ്പുറത്ത് സത്യങ്ങളുണ്ട്. പിന്നെ അത് പറഞ്ഞാൽ പിന്നെ അത് വിഷമാവെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയാം. ഇതിൻ്റെ അപ്പുറത്തും സത്യങ്ങളുണ്ട്. പൈസ പള്ളർച്ച കിട്ടും. മനസ്സിലാണ്ട് പറഞ്ഞത്, ഒരാൾ അള്ളാഹുവിനും റസൂലിനും ഒരാൾ ലയിച്ചിട്ട് പിന്നെ അയാൾ ഇല്ലാതെ കഴിയുക. അയാൾ പിന്നെ ഉണ്ടാവില്ല. അള്ളാഹു റസൂൽ ഉണ്ടാവും. അല്ലദീന ഇദാ റൂദുകിറല്ലാഹ്, അവരെ കണ്ടാൽ അവരെയല്ല ഓർമ്മ വരിക, അള്ളാഹുവിനെ ഓർമ്മ വരും. അവരാണ് അള്ളാഹിൻ്റെ വഴിയാക്കം. അതാണ് സത്യം. നമ്മൾ ഉൾക്കൊള്ളേയില്ല. ഒരു മനുഷ്യൻ ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ പറയാൻ തുടങ്ങിയിട്ട് 93 മരിച്ച മനുഷ്യൻ 1000 കൊല്ലം മുമ്പൊന്നല്ല. ഈ 93 മരിച്ച മടവൂർക്കാരനായ മനുഷ്യനെ കുറിച്ച് നമ്മൾ തർക്കിക്കുകയും ഒരു 4 ചീത്തയെങ്കിലും അയാളെ പറയാത്തൊരു ദിവസം മലയാളക്കരയിലുണ്ടോ? എന്തുകൊണ്ട്? അയാൾ സൂഫിയായി എന്നുള്ള ആൾക്കാർ. അയാളൊരു സംഘടന നേതാവാണെങ്കിൽ ആരും കുറ്റം പറയില്ല. എന്തുകൊണ്ട്? അയാൾക്ക് മനോഹരമായും വിദഗ്ധമായും അഭിനയിക്കാൻ അറിയും. അങ്ങനെയാണ്. നിങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ എന്നെ പോകുന്ന പൗതി എന്ന് എണീറ്റോ? അതുകൊണ്ട് ഞാൻ ബാക്കി പറയാത്തത്. ഞങ്ങൾക്കൊന്നും അന്തല്ലെങ്കിലും അടുത്ത ആഴ്ച നിങ്ങൾ വരണമെന്നൊരു അന്തം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിനപ്പുറം പറയാത്തത്. സംഘടന നേതാക്കന്മാർക്ക് ആക്ട് ചെയ്യാൻ അറിയാം. ഒരിക്കലും ഒരു ചീത്ത പറയില്ല. ഞാൻ ഞെട്ടിപ്പോയി എന്ന് പറയും. അയാൾ മരിച്ചാൽ തന്നെ ജനങ്ങൾ പറയാം ഞാൻ ഞെട്ടിപ്പോയി, നികത്താനാവാത്ത നഷ്ടം എന്ന് പറയാം. എന്ന് വിഷയത്തിലേക്ക് കളിക്കുക. ഇനി വീണ്ടും അതിനപ്പുറത്തേക്ക് പോയാലും വിഷമം. പിന്നെ كفاني وداد الختم طه محمد
മവദ്ദത്തുഹു ഇൻദി മിനസ്സുമ്മി അർസഖു. കഫാനി, എനിക്കും അത് വിദാദുൽ ഖത്മി, ആ ഖാതിമുൽ അംബിയ ആയ പുണ്യ റസൂലിനോടുള്ള പ്രേമം, താഹ മുഹമ്മദിനോട് മഹവദ്ദത്തുഹു, അവിടോടുള്ള പ്രേമം, ഇന്ത്യ എൻ്റെ അടുക്കൽ മിനസ്സുമ്മി, ബലിഷ്ഠമായ പാറയേക്കാളും അർസഹു, ഉറച്ചതാണ്. അത്രയും ഉറപ്പാണ് പുണ്യ റസൂലിന്റെ പ്രേമം. പ്രേമം പ്രേമം റുത്ബത്തു കുല്ലിൽ മാദിഹിന ഖസീറത്തുൻ അൻ ഇദ്റാകി മാ ഇൻദി ഫസബഖി യർസഖു. റുത്ബത്തു കുല്ലിൽ മാദിഹിന, പുണ്യ റസൂലിനെ പ്രകീർത്തനം ചെയ്യുന്ന ആളുകളുടെ എല്ലാം സ്ഥാനം ഖസീറത്തുൻ, വളരെ ചെറിയതാണ്. അനിദ്റാക്കി മാഴിന്തി, എൻ്റെ കയ്യിലുള്ളത് ലഭ്യമാകുന്നതിനെ തൊട്ടും എനിക്ക് കരസ്ഥമായതിനെ കരസ്ഥമാക്കുന്നതിനെ തൊട്ടും അവരൊക്കെ വളരെ ചെറിയ നിലവാരത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ മുന്നിൽ കടന്നിക്കുന്നവനാണ്, ഞാൻ മുന്നിലാണ് എന്ന കാര്യം വളരെ സ്ഥിരപ്പെട്ട സത്യമാണ്. ആർക്കും എന്നെ പിന്നെയാക്കാൻ കഴിയില്ല. ആരുടെ കാര്യത്തിൽ? പുണ്യ റസൂലിന്റെ. ഇതൊക്കെ ഒരുപാട് അർത്ഥങ്ങൾ അതിനുണ്ടായിരിക്കും. അതായത് അത് പറയാൻ കവിക്ക് കഴിയും, ചില ആളുകൾക്ക് അങ്ങനെ പറയാൻ കഴിയും. എന്തുകൊണ്ട് പറയാൻ കഴിയും? അവർക്ക് ചിലപ്പോൾ നബിയെന്നെ പറഞ്ഞു കൊടുക്കും. എന്നെപ്പോലും ഞാൻ ആളില്ല, കോവസൻ വരെ ഉണ്ടാവില്ല, നബിനെ പറഞ്ഞു കൊടുക്കും. അങ്ങനെയുണ്ട്. ആ പ്രേമം എന്ന് പറഞ്ഞാൽ, നബിയോടുള്ള പ്രേമം എന്ന് പറഞ്ഞാൽ പിന്നെ അവരൊന്നും അകലൂല. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, എൻ്റെ ഓർമ്മ ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് അൽ മുർസി റളിയല്ലാഹുവിന്റെ കവിത, ഞാൻ നബിയെ കാണാത്തൊരു നേരത്ത് ഞാൻ മുസ്ലിമായി എന്നെ പരിഗണിക്കൂല, ഞാൻ എപ്പോഴും നബിയെ കണ്ടുകൊണ്ടേയിരിക്കും. ഏകദേശം നബിയും ഈ കവിയും തമ്മിലുള്ള, ഈ വ്യക്തിയും തമ്മിലുള്ളത് 800 കൊല്ലത്തെ വ്യത്യാസം എന്നാണ് പറയുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഗാബ അന്നി തർഫത ഐനിൻ, ഒരു കണ്ണിന്റെ ഇമ വെട്ടുന്ന നേരം നബി എൻ്റെ മുന്നിൽ നിന്ന് മറഞ്ഞു പോയിട്ടേയില്ല. വലൗ ഗാബ അന്നി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തർഫത ഐനിൻ മഅദത്തു നഫ്സി മിനൽ മുസ്ലിമീൻ, ഒരു സെക്കൻഡ് എൻ്റെ കണ്ണിൽ നബി മറഞ്ഞിട്ടില്ല. ഒരു സെക്കൻഡ് എങ്ങാനും മറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ എന്നെ മുസ്ലിമായിട്ട് പരിഗണിക്കുകയുമില്ല. അങ്ങനെയാണ് അവരങ്ങനെ വളർത്തിയെടുത്തവരാണ്. അങ്ങനെയാണ് അവർക്ക് അത്ര ഇഷ്ടമായിരിക്കും പുണ്യ റസൂലിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനൊക്കെ ഒരു കാരണം ചിലപ്പോൾ നേരത്തെ ഉണ്ടാവും. ബാബാ മുതുകിൽ നിന്ന് ഖുത്ബായി വന്നോവർ, വനം അതേഴിലും കേളി മികന്തോവർ. ബാബാ മുതുകിൽ നിന്ന് ഖുത്ബായി വന്നവർ. അപ്പോൾ ഖുത്ബാണെന്ന് പറഞ്ഞാൽ ജനിക്കുന്ന മുമ്പ് ബാപ്പാന്റെ മുതുകിൽ നിന്ന് ഇയാൾ ഖുത്ബാണ്. അപ്പം നിസ്കരിച്ച് നോമ്പ് വിട്ടിടുകയല്ല, നിസ്കരിച്ച് നോമ്പ് വിട്ട് ഖുത്ബാവൂല്ല. നിസ്കരിച്ചോട് നോമ്പ് വിട്ടുകൊണ്ട് ഖുത്ബാവൂല്ല. ഖുത്ബീങ്ങൾ നിസ്കരിക്കുന്ന നോമ്പിൽക്കൊക്കെ ചെയ്യും, ചിലപ്പോൾ ചെയ്യാതെയിരിക്കും. മനസ്സിലാവുണ്ട് പറഞ്ഞത്? ചിന്തിക്ക്. ബാബാ മുതുകിൽ നിന്ന് ഖുത്ബായി വന്നവർ എന്ന് പറഞ്ഞാൽ മദ്രസയിലാക്കിയിട്ടില്ലല്ലോ, അവിടെ വേറെ ഒത്തുകളില്ലല്ലോ. മദ്രസ അല്ല, സ്കൂളില്ല, ദർസില്ല, ആലിമീങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടില്ല. ബാബാ മുതുകുന്ന തന്നെ ആരാണ്? ഖുത്ബാണ്. ഖുത്ബിന്റെ അപ്പുറത്തേക്ക് ഇനി ഒരു മർത്തബയില്ല. ഖുത്ബ് ഓത്ത് കഴിഞ്ഞാൽ പിന്നെ മർത്തബയില്ല. എൻ്റെ മർത്തബ സ്വഹാബത്തിന്റെ മർത്തബയാണ്. അതിപ്പോൾ കഴിയില്ലല്ലോ. അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിത കാലഘട്ടത്തിൽ ഹബീബിനോട് സഹവസിച്ചവരുടെ പേരാണ് എൻ്റെ സ്വഹാബി. അപ്പൊ ഇന്ന് മനുഷ്യർക്ക് എത്താവുന്നതിന്റെ ഏറ്റവും വലിയ സൂപ്പർലെറ്റീവ് പദവിയാണ് എന്ത്? ഖുത്ബ് ഓത്ത് എന്നൊക്കെ. അത് ബാപ്പാന്റെ മുതുകൻ തന്നെയാണ് എന്നാണ് മൊഹീദ്ദീന്മാരുള്ളത്. ഖാദി മുഹമ്മദ് അക്കാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ പണ്ഡിതനാണ്. അദ്ദേഹം ഇത് എഴുതുന്നത് AD 1607 മൊഹീദ്ദീന്മാർ. ആ വർഷം തന്നെ മൊഹീദ്ദീന്മാർ എഴുതിയ ഖാദി മുഹമ്മദ് മരിച്ചു റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ ഖബർ കുറ്റിച്ചിറ പള്ളിയുടെ നേരെ മുന്നിലാണ്, വേറെ അവിടെ ഇല്ല. അങ്ങനെ അവിടെ ഖബർ കൊടുക്കാനുള്ള കാരണം എന്താണ്? അത്രയും വലിയ ആളാണ് ആ കാലഘട്ടത്തിൽ, അത്രയും വലിയ ആളാണ് ഖാദി മുഹമ്മദ്. ഖാദി മുഹമ്മദ് ചെറിയ ആളല്ല. ആ കാലഘട്ടത്തിൽ മലയാളക്കര കണ്ട ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു ഖാദി മുഹമ്മദ്. അവരാണ് മൊഹീദ്ദീന്മാർ എഴുതിയത്. AD 1607 മൊഹീദ്ദീന്മാർ വരുന്നത്. AD 1612 അധ്യാത്മരാമായണം തുഞ്ചത്തെഴുത്തച്ഛൻ്റെ. അപ്പൊ എഴുത്തച്ഛൻ്റെയും മലയാളത്തിന്റെ പിതാവായി പറയപ്പെടുന്ന എഴുത്തച്ഛൻ്റെയും 5 വർഷങ്ങൾക്ക് മുമ്പ് പൂർത്തിയായിട്ടുണ്ട് എന്ത്? ഇതേ മണിപ്രവാളത്തിൽ, രണ്ടും മണിപ്രവാളത്തിലാണ്. അധ്യാത്മരാമായണവും മണിപ്രവാളത്തിലാണ്, മൊഹീദ്ദീന്മാരെയും മണിപ്രവാളത്തിലാണ്. മണിപ്രവാളത്തിലെ ഖാദി മുഹമ്മദിന്റെ മൊഹീദ്ദീന്മാർ വരുന്നത് AD 1607 മറ്റേത് AD 1612.
അത്യാത്മകരമായ ഒരു കാലമാണ്. അതിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതായത് പോർച്ചുഗീസുകാരുടെ അധികാരം വിട്ട് ഒഴിയുന്ന ആ ഒരു സാഹചര്യത്തിലാണ് സൂഫികളും വലിയ വലിയ കവികളും താപസരും ഒക്കെ മലയാളത്തിൽ വീണ്ടും പുറത്തു വരുന്നത്. ഡച്ചുകാരെ അധികാരം വന്നു. ഡച്ചുകാർ തുല്യവും പ്രശ്നക്കാരല്ല. ആരെ അപേക്ഷിച്ച്? പോർച്ചുഗീസുകാരെ അപേക്ഷിച്ച്. പോർച്ചുഗീസുകാരെ 4 കുഞ്ഞാലി മരക്കാർ കൂടി കഠിനാധ്വാനം ചെയ്ത് ഇല്ലാതെയാക്കി. പോർച്ചുഗീസുകാരുടെ ആധിപത്യം വരുന്നത് AD 1502 ഒരു നൂറ്റാണ്ടിനപ്പുറം കടക്കാൻ പോർച്ചുഗീസുകാർക്ക് കഴിഞ്ഞില്ല. അപ്പോഴത്തേനും ഡച്ചുകാർ വന്നു. ഡച്ച് പടം നമ്മളെ സഹായിച്ചു. നമ്മളാകട്ടെ വളരെ വളരെ കൃത്യമായി അവരോട് പോരാടി തോൽപ്പിക്കാൻ മലയാളക്കരയിലെ കുഞ്ഞാലിമാർക്ക് കഴിയുകയും ചെയ്തു. പിൽക്കാലഘട്ടത്തിൽ ദൈവങ്ങളെപ്പോലെ ചില ഹൈന്ദവ സഹോദരങ്ങൾ പല ഗ്രാമങ്ങളിലും കുഞ്ഞാലിമാരെ ആരാധിച്ച സംഭവങ്ങൾ പോലും മലയാളക്കരയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴത്തേന് വിദ്യാഭ്യാസ രംഗത്ത് ഒക്കെ വലിയ വിപ്ലവങ്ങളും മാറ്റങ്ങളും വന്നു ഡച്ചുകാരുടെ കാലഘട്ടത്തിൽ. നേരെ മറിച്ച് പോർച്ചുഗീസുകാരുടെ കാലഘട്ടത്തിൽ കഴിയൂല. അത്രയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും. ബ്രിട്ടീഷുകാരുടെ കാലൊന്നും ഒന്നുമല്ല. നമ്മുടെ മലയാളക്കാർ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ പാരതന്ത്ര്യം സത്യത്തിൽ പോർച്ചുഗീസുകാരുടെ കാലമാണ്. മാത്രമല്ല കോളനൈസേഷന്റെ ബിഗിനിങ് സ്റ്റേജ് ലോകത്ത് കൊണ്ടുവരുന്നതും പോർച്ചുഗീസുകാരാണ്, ഡച്ചുകാരല്ല. അപ്പൊ ചുരുക്കത്തിൽ ചിന്തിക്കണം, ആ ഒരു നൂറ്റാണ്ടിന്റെ ആ ഒരു ഘട്ടമാണ്, ഒരു വല്ലാത്തൊരു ഘട്ടമാണ്. ആ വർഷം തന്നെ ഷേഖ് മരിക്കുകയും ചെയ്തു. അപ്പൊ അവിടെ അതിലുണ്ടെത്തി വലിയ പണ്ഡിതനാ, ചെറുതൊന്നും അല്ല. അദ്ദേഹം പറഞ്ഞതാണ് എന്ത്, ബാബ മുതുകിന്ന് കുത്തുബായി വന്നവർ അങ്ങനെ തന്നെയാണ്. ബാബ മുതുകിന്ന് തന്നെ വരുന്നവരൊക്കെ വരിക. എന്ന് പുണ്യ ഓക്കെ കിട്ടി, ഇപ്പൊ തെളിവ് കിട്ടി. വിജയിച്ചവരെല്ലാം മാതാവിന്റെ ഉദരത്തിലെ വിജയിച്ചവരാണ്. പരാജിതർ മാതാവിന്റെ ഉദരത്തിലെ പരാജിതരുമാണ്. ഞാൻ ഇതിനപ്പുറത്തേക്ക് എനിക്കറിയില്ല. ഞാൻ ഇതിനപ്പുറത്തേക്ക് നമ്മൾ കോഴ്സിൽ കയറാൻ പറ്റാത്ത വിവരങ്ങളാണ്. നിങ്ങൾ ചോദിച്ചാൽ പോലും ചിലപ്പോൾ എനിക്ക് ഉത്തരം പറയാൻ കഴിയില്ല. അപ്പോൾ എന്ത് ഇത് വിജയിച്ചു അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഹദീസ് കൃത്യം, എന്നെ ഒരു സംഘം ആളുകൾ മൈസൂരിൽ പ്രസംഗിക്കുന്നുണ്ട്. 10-15 കൊല്ലം മൈസൂർ എത്തിയപ്പോഴത്തേന് ക്ഷീണിച്ചു, വിഷമിച്ചു, മര്യാദയ്ക്ക് ഭക്ഷണം കിട്ടിയില്ല. അങ്ങനെ ഒരു രാത്രി ഒരു 8 മണിക്കോ മറ്റോ അവിടെ എത്തി. അപ്പം ഞാൻ മൈസൂർ ടൗണിൽ കയറിയപ്പോൾ ഇവരോട് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം. അപ്പം അവർ പറഞ്ഞു കുറേ ആളുകൾ പള്ളിയിൽ കാത്തിരിക്കണം, അവർ ഭക്ഷണം കഴിക്കുക, പള്ളിയിൽ കാത്തിരിക്കണം, അല്ലാതെ കഴിയൂല. അല്ല നമുക്ക് അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചാൽ പോലെ ഉസ്താദ് അല്ല, ഭക്ഷണം കഴിക്കും. നമ്മൾ എന്തെങ്കിലും 4 അക്ഷരം ജനങ്ങൾക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചത്. ഞാൻ പറയാം അതുകൊണ്ടൊന്നും കാര്യമില്ല. അപ്പൊ ഞാൻ ഈ ഹദീസ് അവർക്ക് ഓതി കൊടുത്തു. വിജയിച്ചവരൊക്കെ അള്ളാന്റെ അമ്മാന്റെ ഉദരത്തിൽ തന്നെ വിജയിച്ചവരാണ്. അപ്പൊ ഓരോന്നോട് ചോദിച്ചു പിന്നെ നമ്മൾ ഈ പരിപാടി നടത്തുന്നത് എന്തിനാ? അത് ഞമ്മക്കും അറിയില്ല ഇതിനാ നടത്തുന്നത്. വിജയിച്ചവർക്കൊരു കാരണം, പരാജിതർക്കൊരു കാരണം. ഇതൊക്കെ നേരെ തന്നെ തിരക്കഥയും അഭിനയവും കഴിഞ്ഞതാണ്. പിന്നെ സെക്കൻഡിലൊന്നും കൂടി ആവർത്തിക്കാനേ ഉള്ളത്. ഒക്കെ കഴിഞ്ഞു പോയതാണ്. പിന്നെ ഞാനും അവർ സുഖകരമല്ലാത്ത രൂപത്തിൽ അവിടുന്ന് പിരിഞ്ഞു. പിന്നെ മൈസൂർക്കാർ എന്നെ പ്രസംഗിക്കാൻ ക്ഷണിച്ചിട്ടും ഇല്ല. അല്ല, എൻ്റെ കാര്യം സേഫാക്കാന്നാണ് എൻ്റെ ഉത്തരവാദിത്വം. പിന്നെ ആരെങ്കിലും ചില പ്രസംഗത്തിന് നേരം വൈകിയ കുറേ ആളുകൾ പോകും. ചില ആളുകൾ നേരം വെളുക്കുന്നവരാണെങ്കിൽ ഓടിയിരിക്കും. അവൻ അതിൻ്റെ ആളാണ്, മറ്റൊതിൻ്റെ ആളല്ല. ഒരു ചൊൽ മുതലായി മൂവാണ്ട് കാത്തുവന്ന ഒരു ഇൽമിന് വേണ്ടി ശിഷ്യൻ ഉസ്താദിന്റെ പരിസരത്ത് 3 കൊല്ലം കാത്തിരുന്നത്. ആ ആളാണോ ഷേഖ് മൊഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി? ആ ആളെ അങ്ങനെ ആവൂ. ഒരറിവിന് വേണ്ടി എത്ര കാത്ത്? 3 കൊല്ലം. ആ ഒറ്റ അറിവേ കിട്ടിയിട്ടുള്ളൂ ഗുരുനാഥിൽ നിന്ന്. വാതിലട് തുറന്നു. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ അലിയുൽ ഖവാസ് ഇമാം ഷഅറാനിയോട് ബിസ്മിയുടെ അർത്ഥം പറഞ്ഞു കൊടുത്തത്. അതിനോട് ഷർത്ത് വെച്ചു, ഒരു 3 മാസം ഖുർആനെ ഓതരുത്. ആരോടെ ഞാനത് പറഞ്ഞത്? നിങ്ങളോട് പറഞ്ഞ? നിങ്ങളോട് പറഞ്ഞു? വേറെ ആരും ഒരാളും കൂടി ആ കൂട്ടത്തിലുണ്ട്. ഓക്കെ. അലിയുൽ ഖവാസ് ഇമാം ഷഅറാനിക്ക് ഷർത്ത് വെച്ചു, 3 മാസം ഫർളായ നിസ്കാരത്തിലെ ഫാത്തിഹയിൽ അതൊന്നും ഓതരുത്. 3 മാസം കഴിഞ്ഞിട്ട് വാ, അറിവ് പറഞ്ഞില്ല. 3 മാസം കഴിഞ്ഞ് ചെന്നപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൻ്റെ അർത്ഥം പറഞ്ഞു. അപ്പോൾ ആ അർത്ഥം കൊണ്ട് 6000 ആയത്തിനെ വായിച്ചു നോക്കി.
അപ്പോൾ ഞാൻ ഈ പഠിച്ച ഖുർആനേ അല്ല യഥാർത്ഥ ഖുർആൻ എന്ന് പിന്നെ മനസ്സിലായി. ആ മഹാനാണ് സൂഫി ചക്രവാളം കണ്ട ഏറ്റവും വലിയ മഹാനായ ഇമാം ഷഹറാനി. ഈ ശിഷ്യൻ ഉസ്താദല്ല, ഈ ശിഷ്യൻ ബിസ്മിയുടെ അർത്ഥം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബിസ്മിയുടെ അർത്ഥം കിട്ടാത്ത നമ്മളെ പ്രശ്നവും. ആയത്തും തള്ളമനത്ത് ജമീഅ അശ്ശറായി, എല്ലാ ശരീഅത്തും ഉൾക്കൊണ്ട ഒരൊറ്റ ആയത്ത് ബിസ്മിയാണെന്ന് ഇമാം റാസി തങ്ങൾ തഫ്സീറുൽ കബീർ പറയുന്നുണ്ട്. അപ്പൊ നമുക്കറിയാത്തതും നമുക്കറിയുമെന്ന് നാം ധരിക്കുന്നതുമാണ് എന്ത് ബിസ്മി. ബിസ്മിയുടെ അർത്ഥം എന്താ? പരമകാരുണികനും. പരമകാരുണികനും. കാരണം നിങ്ങൾ രാമറാവു എന്ന് പറയാത്തത് നന്നായി, നിങ്ങൾ NT രാമറാവു എന്നും കൂടി പറയാത്തത് നന്നായി. കാരണം കരുണാനിധിന്റെ കാലത്ത് രാമറാവു ഉണ്ടായിരുന്നു ആന്ധ്രയിൽ. വലിയ വാക്യം. പരമകാരുണികനും കരുണാനിധിയും. ഞാൻ ഒരുപാട് പരിഭാഷകൾ പരിശോധിച്ചപ്പോൾ എല്ലായിടത്തും പരമകാരുണികനും കരുണാനിധിയാണ്. വേറെ ഒരു പരിഭാഷകൻ എഴുതിയിട്ടുണ്ട് കരുണാനിധിയും പരമകാരുണികനുമായ അദ്ദേഹത്തിന്റെ ഗവേഷണത്തിൽ അദ്ദേഹത്തിന് അവസാനം എന്ത് കിട്ടി? പരമകാരുണികനും കരുണാനിധിയും എന്നതിന് പകരം ഒരു പരിഭാഷ മലയാളത്തിൽ പരമകാരുണികനും കരുണാനിധിയും എന്നതിന് പകരം കരുണാനിധിയും പരമകാരുണികനും അങ്ങനെയും കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആയുസ്സിലെ ഗവേഷണം കൊണ്ട് അത് കിട്ടി. നമുക്ക് പ്രശ്നം ബിസ്മിയുടെ അർത്ഥം. ബിസ്മിൽ ഇല്ലാത്തൊരു നിയമമല്ല. ഇമാം റാസിയെ പറയുന്നത്. ആരാണ് ഇമാം റാസി? ഹിജ്റ 6-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ്. അതാണ് ഇമാം റാസി. ആ ഇമാം റാസിയാണ് പറയുന്നത് എന്ത്? ഹിജ്റ 607 എൻ്റെ ഓർമ്മ ഇമാം റാസിയുടെ വഫാത്ത്. ഹിജ്റ 505 ഇമാം ഗസ്സാലിയുടെ വഫാത്ത്. ഹിജ്റ 5-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദ് ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലിയാണ്. 6-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദ് ഇമാം റാസിയാണ്. അവരാണ് എഴുതി വെച്ചത്. എല്ലാം എന്തിൻ്റെ ഉള്ളിലുണ്ട്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് അതിന്റെ അർത്ഥം അറിയാൻ മതി. അതിന്റെ ഒരു വെർഷൻ ആ ഒറ്റ ഒന്ന് കിട്ടിയാൽ മതി. ചിലപ്പോൾ ഒരു മിനിറ്റ് മതിയാവും ആ വിജ്ഞാനം. അപ്പൊ നമ്മൾ വേറൊരു വഴിയിലേക്ക് തലകിട്ട് മാറും. പിന്നെ എല്ലാം കിട്ടും. ഇപ്പൊ നമുക്കൊന്നും കിട്ടൂല. അതവിടെ ഉടക്കി നിൽക്കുകയാണ്. നമുക്ക് ഒരറിവില്ല. ഇതിങ്ങനെ അർത്ഥം നോക്കും. അതിന് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സർവ്വകലോൽഷിതനായ അള്ളാഹുവിനാണ്. എന്താ ചോദിച്ചാൽ നമുക്കറിയില്ല. അർ-റഹ്മാൻ റഹീം എന്നിനിപ്പോൾ നേരത്തെ പറഞ്ഞ അർ-റഹ്മാൻ റഹീം പിന്നെയും പറഞ്ഞു. രണ്ടോട് ചോദിച്ചാൽ മോലിരിക്കും കൊണ്ടാൻ കഴിയില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞില്ലടോ. പിന്നെ വീണ്ടും എന്ത് പറയണം? റഹ്മാൻ റഹീം. എന്തേ അങ്ങനെ? മറുപടി അറിയും. ഇതൊന്നും യുക്തി കൊണ്ട് പറയാവുന്നതല്ല. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വിജ്ഞാനത്തിന് മഹാന്മാരൊന്ന് ഇഷാറത്താക്കി മതിയും. അപ്പൊ നമുക്ക് വാതിൽ തന്നെ മാറും. അപ്പൊ ഇങ്ങനത്തെ ആളുകൾക്ക് അല്ലാഹു തആല വലിയ വിവരങ്ങൾ കൊടുക്കും. ഞാൻ പറഞ്ഞില്ല, അങ്ങനത്തെ ആളുകൾക്ക് വലിയ വിജ്ഞാനങ്ങൾ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. റുത്ബത്തു കുല്ലിൽ മാദിഹീന ഖസീറത്തുൻ റുത്ബത്തു കുല്ലിൽ മാദിഹീന ഖസീറത്തുൻ. എല്ലാ പ്രകീർത്തകരുടെയും സ്ഥാനം വളരെ ചെറുതാണ് എന്ന് എന്തുകൊണ്ട് കവി പറഞ്ഞു? കവിക്കത് അറിയാം. കവിക്ക് നമ്മളീ കാണുന്നതല്ലാത്തൊരു ലോകമുണ്ട്. അതുകൊണ്ട് അപ്പോൾ എല്ലാ അർത്ഥങ്ങളും അതിനുണ്ടാവും. നമുക്കതിനെ പറ്റി പറയാൻ കഴിയില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം അവർക്ക് അറിയും. അതെല്ലാം അറിയും. ഒന്നുമല്ലാതെ നടന്നിരുന്ന മനുഷ്യൻ ഒരു രാത്രി അല്ലാഹു അറിയിച്ചു കൊടുക്കും, നീയാണ് ഈ കാലത്തെ ആള്. അപ്പോൾ ആ മനുഷ്യൻ, പാവത്താനായിരുന്ന മനുഷ്യൻ സ്വഭാവം മാറും. ഒരു രാത്രി കൊണ്ടാണ് അട്ടിമുടി മാറുക ഇമാം മഹ്ദി. ഒറ്റ രാത്രിയിൽ എല്ലാവരും എപ്പോഴും നടന്നിരുന്ന മനുഷ്യൻ ഒരു ദിവസം കൊണ്ട്, ഒരു രാത്രി കൊണ്ട് സ്വഭാവം തന്നെ മാറി. എല്ലാം മാറി. പാവത്താനായി നിന്ന മനുഷ്യന്റെ സ്വഭാവം മാറി. അപ്പൊ എല്ലാവർക്കും പേടിയായി. ആ മനുഷ്യനെ അല്ലാഹു തആല മാറ്റിയെടുക്കും. ഫീലയില്ല, ഒരു രാത്രിയുടെ ഉള്ളിൽ ഖൈറിലേക്ക് മാറ്റിയെടുക്കും. അതൊരു സംഭവമായിരിക്കും. ആ മനുഷ്യനെ ഭയപ്പെടാത്ത ഒരാളുണ്ടാവില്ല. അങ്ങനെ 100 ആളെ കൊന്ന ചരിത്രം നീയാക്കില്ല. പക്ഷെ ആളുടെ അവസ്ഥ മാറും. അത് അല്ലാഹും അയണ്ടുള്ള ചില ഇൻട്രാക്ഷൻസ് ആണ്. അതിനെ മനസ്സിലാക്കിയെടുക്കാൻ നമ്മളെ പോലത്തെ ആ കഴിയില്ല. നമുക്കറിയൂല, ഒരിക്കലും അറിയൂല. അത് വേറൊരു ലോകമാണ്. ഇന്നിപ്പം നമ്മൾ അൻവർ ഉംറക്ക് പോകാം, വളരെ നല്ല കാര്യമാണ്. അവൻ്റെ സ്റ്റേജിൽ അതിൻ്റെ അപ്പുറത്തെത്തിയാൽ പോകാതിരിക്കാൻ നല്ലത്. പോകാതിരിക്കാൻ പറയല്ല, ആ സ്റ്റേജിൽ തൊട്ടുകൊണ്ട് ഇപ്പം പോകലല്ലേ. ഒരു സ്റ്റേജ് മാറിയാൽ പിന്നെ പോകാതിരിക്കും. ആ സ്റ്റേജ് അറിയില്ല, പോകുന്നില്ല. കഅബയെ ചുറ്റുവാർ ഖുത്ബാണോ എല്ലാവരും കഅബ തവാഫെന്നെ താൻ ചെയ്യുമെന്നോർ. എല്ലാവരും അവിടെ പോയി തവാഫ് ചെയ്യും. കഅബൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് തവാഫ് ചെയ്യും. അങ്ങനെയാണെങ്കിലോ ഞാൻ പറഞ്ഞോളി പീരാന്ത്.
ഇത് നിങ്ങൾക്ക് എതിർക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? നിങ്ങളൊക്കെ സമസ്തക്കാരെന്നാണ്, സമസ്ത ഉണ്ടാക്കിയതാണല്ലോ. കഅബയെ ചുറ്റുവാർ കുത്തുബാനോരെല്ലാവരും കഅബ തവാഫിനെ താൻ ചെയ്യുമെന്നവർ. എല്ലാവരും കഅബയെ അങ്ങോട്ട് പോയി തവാഫ്, കുത്തുബീങ്ങൾ വരെ അവിടെ പോയി തവാഫ് ചെയ്യുക. ഇന്ന കഅബ അങ്ങോട്ട് തവാഫ് അത് ചെയ്യും. എന്തുകൊണ്ട്? അതിന് ചെറിയ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. മുഹമ്മദിയത്തിനെ തവാഫ് ചെയ്യുന്ന പണിയാണ് കഅബക്ക്. ഈ വ്യക്തിയുടെ ഉള്ളിൽ മുഹമ്മദിയത്തുള്ളത്. അപ്പൊ അവിടുത്തെ അത് മനസ്സിലാകാത്ത കാലത്തോളം നമുക്ക് അവിടെ പോകലാകരുത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടൊന്നുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് ഇതും ഉണ്ടാവില്ല, ആ കാവ്യങ്ങൾ തമ്മിൽ അകലുണ്ടാവില്ല. പോക വരാന്നുള്ളതിന് അർത്ഥമുണ്ട്, അതിന് അർത്ഥമില്ല. അതൊക്കെ തമ്മിൽ ഒന്നായി അടുത്തടുത്ത് കിടക്കും. പിന്നെന്ത് പ്രശ്നം നിങ്ങൾക്കുള്ളത്? ചെയ്യാവുന്നതിന്റെ പരമാവധിയാണ് ഇപ്പോൾ. മനസ്സിലായില്ലേ പറഞ്ഞത്? ഒരു സ്ഥാനത്ത് അള്ളാഹു റസൂലിനെ പ്രേമിച്ച ഒരു ജനത കൂടുതൽ കഅബയിലേക്ക് പോയവരാണ്. എന്നാൽ അതിൻ്റെ അപ്പുറത്തേക്ക് എത്തിയവർ പോയവരേ അല്ല. ഒരു കൊല്ലം പോലെ അജ്ജനുമായവരാണോ? അല്ല. ബാഫക്കത്തങ്ങൾ എല്ലാ കൊല്ലം അജ്ജനുമായിട്ടില്ലേ? അജ്ജനുമായിട്ടുണ്ട്. എന്തേ? ബാഫക്കത്തങ്ങൾ അത്ര ഒരു വ്യവസ്ഥനല്ല, നല്ല മനുഷ്യനാണ്. മനസ്സിലാക്കിയെടുത്തൊക്കെ വലിയ തെറ്റുണ്ട്. ബാഫക്കത്തങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു ആഴമറിഞ്ഞ സൂഫിയല്ല, ഒരു മുഖ്ലിസായ മുഅ്മിനാണ്. മനസ്സിലായി? മറ്റുള്ളവർക്ക് എല്ലാ കൊല്ലം അജ്ജിന് പോണ പണിയല്ല. മനസ്സിലായില്ല? എല്ലാ കൊല്ലം അജ്ജിന് പോണ പണിയല്ല ആളുകളല്ല അതിൻ്റെ അപ്പുറത്തുള്ളവർ. അവർക്ക് അതിനൊന്നും വിഷയേയല്ല. അങ്ങനെ ഒരു അകലും അബദ്ധമൊന്നും ഇല്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിൽ നിങ്ങൾ ചിന്തിക്കണം. ഞാൻ പറഞ്ഞത് ആ സ്റ്റേജിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് അബദ്ധം സംഭവിക്കും. ഓരോരുത്തർക്കും വ്യത്യസ്തമായ തലങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ സ്നേഹിക്കുന്ന മറ്റൊരാളാണ് കണ്യത്താണ് മനസ്സിലായി. ഈ മനുഷ്യൻ എല്ലാ കൊല്ലം അച്ഛനെ വീട്ടിലല്ലോ, അദ്ദേഹത്തിന് അച്ഛനേക്കാൾ വലിയ പണി വേറുണ്ട്. ബാഫക്ക് തങ്ങൾക്ക് ചെയ്യാവുന്നതിന് വലിയ കാര്യം അത് തന്നെയാണ്. മനസ്സിലായോ? രണ്ടാണ്. കണ്യത്ത് ആണോ ബാഫക്ക് തങ്ങളാണോ റുത്ബയിൽ മേലെ? കണ്യത്ത് തീർച്ചയായും. സയ്യിദനാലിൽ ബാഫക്ക് തങ്ങൾ ഉണ്ടെങ്കിൽ പോലും റുത്ബയിൽ ഏറ്റവും വലിയ മഹാനാർ തന്നെയാണ് കണ്യത്തിന്. എന്തുകൊണ്ട്? കണ്യത്തിന് മനുഷ്യനെ കൊണ്ട് ലക്ഷോപലക്ഷം രൂപ ഞങ്ങൾക്ക് നാഫിയ ഇൽമ കിട്ടി. നാഫിയ ഇൽമ എന്തിലേക്ക് ചേർത്ത ഒന്നുമല്ല, വേറൊന്നുമല്ല. ആരാധനകളിൽ വഴിപാടുകളിൽ ഏറ്റവും വലിയത് വിജ്ഞാനം കൈകാര്യം ചെയ്യലാണ്. എന്തല്ല? മക്കത്ത് പോയാലല്ല, അത് ഏത് തരം വിജ്ഞാനമാണെങ്കിലും. മക്കത്ത് പോയാലും പാലം കെട്ടാൻ എഞ്ചിനീയർ ആയാലും നോക്കിയാൽ ഒരു വേള പാലം കെട്ടാൻ എഞ്ചിനീയർ ആയിരിക്കും നല്ലത്. എന്തുകൊണ്ട്? ആ നാട്ടിൽ വേറെ എഞ്ചിനീയർ ഇല്ലെങ്കിൽ അയാൾ പാലം കെട്ടിയാലേ നാട്ടിൽ മനുഷ്യന്മാരെ ഇറക്കാൻ പറ്റുള്ളൂ. അയാൾ ഫറളായ ഹജ്ജ് പോലും പിന്തിപ്പിച്ചു. എന്തിനു വേണ്ടി? പാലം കെട്ടാൻ വേണ്ടി പിന്തിപ്പിച്ചാൽ അള്ളാഹുവിന്റെ കുറ്റക്കാരനാവില്ല. കാരണം പാലല്ല, വേറെ അവിടെ എഞ്ചിനീയറും ഇല്ല. അപ്പൊ അയാൾ എന്ത് ചെയ്തു? പാലം കെട്ടി കഴിഞ്ഞപ്പോൾ ഇയാൾ മരിച്ചു. അപ്പൊ ഇയാൾക്ക് ഫർള് ഇല്ലേ? ഫർളുണ്ട്, ഫർളൊക്കെ ഉണ്ട്. പക്ഷേ അതിനേക്കാൾ വലിയ ഫർള് ഇപ്പുറത്തുണ്ട്. എന്ത്? മനുഷ്യന്മാരെ സൗകര്യം ചെയ്തു കൊടുക്കുന്നതിനേക്കാൾ വലിയൊരു നന്മല്ല. ഈ ലോകത്തെ ഏറ്റവും വലിയ നന്മ ഹജ്ജിന് പോലല്ല. പിന്നെന്താണ്? പറക്കുട്ടി, മനുഷ്യർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നതിനേക്കാൾ വലിയൊരു കാര്യം ഇല്ല. ولا أن أمشي مع رجل في حاجة له أحب إلي من أن أعتكف في هذا المسجد എന്ന് മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ട്. ولا أن أمشي مع رجل, ഒരാളോട് കൂടെ നടന്നു കൊടുക്കുക, في حاجة له, അവന്റെ ഒരു ആവശ്യത്തിന്റെ നിർവഹണത്തിന് വേണ്ടി ഒരാളുടെ കൂടെ നടന്നു കൊടുക്കൽ അഹബ്ബു ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് മിൻ അൻ അഅ്തകിഫ, ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ ഫി ഹാദൽ മസ്ജിദ്, ഈ മസ്ജിദുൻ നബവി, ഇസ്ലാമിന്റെ രണ്ടാമത്തെ പള്ളിയായ ഈ പള്ളിയിൽ ഞാനാകുന്ന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ എനിക്ക് നല്ല ഇഷ്ടം ഒരാൾ ആവശ്യത്തിന് വേണ്ടി ഒന്ന് ഇറങ്ങിപ്പോയി കൊടുക്കല. അതാണ് ദീന്. എവിടെ ഇഅ്തികാഫിരുന്നിട്ട് അയാൾക്ക് എന്താ കാര്യം? അയാളെ സന്തോഷമല്ലേ പടച്ചവന്റെ സന്തോഷം? മനസ്സിലായോ പറഞ്ഞത്? അടിമകളുടെ സന്തോഷമാണ് ഉടമക്കാരൻ്റെ സന്തോഷം. എന്താ കാര്യം? റമദാൻ 20 അതിന് മുമ്പ് 10 ദിവസം കൊടുക്കൂല. റമദാൻ 20 നേരെ പള്ളിക്കണക്ക് പോയി കുത്തിരുന്നാൽ പിന്നെ ഒരു 10, 25, 100 നോട്ട് പെണ്ണുങ്ങളെ കൈ കൊടുക്കും. 100 നോട്ട് 100 കൊടുത്ത എത്രയായി? 10,000 ഉറുപ്പ്യായി. മൂപ്പർക്ക് പല്ലിയങ്ങാടിയിൽ മനസ്സിലായി കൊല്ലത്തിൽ മൂപ്പര് ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ 250 കോടി, 500 കോടിയാണ്. അപ്പൊ മൂപ്പര് സക്കാത്ത് എത്ര ഉണ്ടാവും? 500 കോടി 2.5% എത്ര ഉണ്ടാവും? പിടിച്ചിരുന്നോ?
500 കോടിന്റെ 2.5% എത്ര ഉണ്ടാവും? 12.5 കോടി ഉറുപ്പിക ഇയാൾ എന്ത് ചെയ്യണം? കൊടുക്കണം. മൂപ്പര് എന്ത് ചെയ്യും? റമളാന് ഏത്തിക്കാഫിന് പോകും, അല്ലെങ്കിൽ ഉംറക്ക് പോകും, അല്ലെങ്കിൽ ഏത്തിക്കാഫിന് പോകും, അല്ലെങ്കിൽ ഉംറക്ക് പോകും. പെണ്ണുങ്ങൾ ഇങ്ങനെ വാതിൽ ഗേറ്റ് കടന്നു വരുന്നവർക്ക് എന്ത് പറയും? 100 ഉറുപ്പിക കൊടുക്കും. 2 കെട്ട് കൊടുത്താൽ എത്ര ഉണ്ടാവും? 20,000. 10 കെട്ട് കൊടുത്ത് പെണ്ണുങ്ങളെ കയ്യിൽ വരുന്നവർക്കൊക്കെ ഇയാൾ 100. അപ്പോൾ 100 ഉറുപ്പിക കൊടുത്താൽ 10 കെട്ട്. അപ്പൊ 1000 ലീഫ് 1000 ആളൊക്കെ അല്ലേ വരുള്ളൂ. ഇവർക്കൊക്കെ 100 ഉറുപ്പിക കൊടുത്താൽ ഇവിടെ മഹാനായ സക്കാത്ത് കൊടുക്കണവനായി. പിന്നെ പെരുന്നാളിന്റെ മാസം കണ്ടിട്ടാണ് അല്ലാഹു അക്ബർ അല്ലാഹു അപ്പൊ കൊടുക്കണ സമയം കഴിഞ്ഞും ചെയ്തല്ലോ. അന്ന് രാത്രി ഒരാൾ വന്നാൽ തന്നെ എന്താ പറയാ, എന്താ കുഞ്ഞുമേമ ഇതൊക്കെ നേരത്തെ കാലത്ത് വരണ്ടേ? പൈസ കൊടുക്കണ്ടൊക്കെ കൊടുത്ത് എത്ര പൈസ കൊടുത്ത്? 1000 ലീഫ് കൊടുത്താൽ എത്ര കൊടുത്തു? 1,00,000 റുപ്യ. എത്ര കൊടുക്കണ്ട്? 12 കോടി. ഇതൊരു ഉംറക്ക് പോയി, അതിന്റെ കുടുംബക്കാരൻ അവിടെ ഉണ്ട്. അപ്പൊ അവന് വലിയ ടിക്കറ്റിന്റെ പൈസ മാത്രം ഉണ്ടായാൽ മതി. വിസയും ഒരു 10,000-60,000 റുപ്യ എനിക്ക് ചെലവായി. പിന്നെ റമളാൻ ആയതുകൊണ്ട് മൂപ്പര് എന്താ പറയാ, ആ സംസം വെള്ളവും കാരൊക്കെ മതി. എന്നാ പുറത്ത് ഇറങ്ങാൻ ഷവർമ തിന്നാൻ ഇറങ്ങിയ അക്കൂട്ടത്തിൽ വേറെ അക്കൂടെ ഷവർമ വാങ്ങി കൊടുക്കൂല. എന്തുകൊണ്ട്? മൂപ്പര് ഇറങ്ങാനല്ല, മൂപ്പർക്ക് എന്ത് മതി? പറ, ആ സംസം വെള്ളവും കാരൊക്കെ മതി. അറമില് കുരുന്ന് അതന്നെ, അത് നോമ്പ് തുറക്കുമ്പോഴും നോമ്പ് പിടിക്കുമ്പോഴും ഒക്കെ അത് മതി. അപ്പൊ മൂപ്പർക്ക് ആകെ ചെലവ് എത്രയാണ് റമളാൻ മാസത്തില്? 60,000 റുപ്യ. ടിക്കറ്റിന് മറ്റിന് പൈസ. പെണ്ണുങ്ങൾ ഇവിടെ 1,00,000 റുപ്യ സക്കാത്ത് കൊടുക്കുന്നത്. മൂപ്പരെ പറ്റി വലിയ മഹാനെന്നാ ജനങ്ങൾ പറയാ. എന്താ പറയാ? മൂപ്പർക്ക് റമളാനായ ഹറമുക്ക് പോകണം. മനസ്സിലായോ? അങ്ങനെയുള്ള കള്ളന്മാര് അഭയം തേടുന്ന സ്ഥലമാണ് ചിലപ്പോൾ ഇത്. ഏത് കള്ളനോട് രക്ഷപ്പെടുത്താൻ കഴിയും? ജനങ്ങളെ മുന്നിൽ നല്ല വാക്കുണ്ടാവും. മൂപ്പർ പോണെന്ന് പള്ളിക്കലെ മുതിർ പ്രസംഗിക്കും. എന്ത്? സ്ഥിരമായി എല്ലാ വർഷവും റമളാനിൽ പോകുന്ന നമ്മളെ പ്രസിഡന്റ് അമോട്ടിയാജി അടുത്ത വ്യാഴ്ചൻ്റെ ഉള്ളിൽ ധാർമിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ദ്വാരക്കാൻ അപേക്ഷിച്ചിട്ടുണ്ട്. 2,000 റുപ്യ വെള്ളിയൊക്കെ കൊടുത്താൽ അൽഹംദുലില്ലാഹ് നല്ല കാര്യമായി. പിന്നെ തിരിച്ചു വന്നിട്ട് എല്ലാവരും പിടിച്ച് മുത്തും ചെയ്യും. കാരണം നിങ്ങളൊക്കെ ഒരു ഭാഗ്യം. ആ ഭാഗ്യം നരകത്തിൽ കാണാം. എന്തുകൊണ്ട് കൊടുക്കേണ്ട? എത്രയാ? 12 കോടി റുപ്യ. അപ്പോൾ കള്ളന്മാർക്ക് രക്ഷപ്പെടാനും അതൊക്കെ നടക്കും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ചിന്തിക്കുക, ഒരു മനുഷ്യനെ ഇത് ഓരോരുത്തർക്കും ഒരു ഹഖീഖത്തുണ്ട്. അത് തുറന്നു കിട്ടുമ്പോഴേ എൻ്റെ യാത്ര. ഇത് നിനക്കുള്ളതല്ല എനിക്ക്, നിന്റെ പണിയല്ല നിന്റെ പണി, നിന്റെ പണിയല്ല എൻ്റെ പണി. എനിക്ക് യോജിച്ചല്ല നിനക്ക് യോജിച്ച്, നിനക്ക് യോജിച്ചല്ല എനിക്ക് യോജിച്ച്. പലതും ഉണ്ട്. അതാണ് കുപ്പി അകത്തുള്ള വസ്തുവിനെ പോലെ പഠിക്കണം. അങ്ങനത്തെ ആളുകൾ അടുത്ത് എത്തിപ്പെട്ടു. ഒരാൾ വന്ന് ഹബീബ നബിയോട് ചോദിക്കുകയാണ്, അയ്യുൽ അഅ്മാലി അഫ്ളൽ യാ റസൂലല്ലാഹ് അസ്സലാത്തു ലിവലി വഖ്തിഹ. ഒരാൾ വന്ന് നബിയോട് ചോദിക്കുകയാണ്, എന്ത്? അയ്യുൽ അഅ്മാലി അഫ്ളൽ യാ റസൂലല്ലാഹ്, ഏറ്റവും വലിയ അമൽ ഏതാണ് നബി? അപ്പോൾ പറഞ്ഞു അസ്സലാത്തു ലിവഖ്തിഹ, ലിവലി വഖ്തിഹ, ആദ്യ വഖ്ത് നിസ്കരിക്കുക. വേറൊരാൾ പിന്നെ നബിയോട് ചോദിക്കും ഇതേ ചോദ്യം, അയ്യുൽ അഅ്മാലി അഫ്ളൽ യാ റസൂലല്ലാഹ്, അമലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അമലാണ്. അപ്പോൾ റസൂൽ പറയും ബിറുൽ വാലിദൈൻ, ഉമ്മാനും ബാപ്പാനും ഗുണം ചെയ്ത് പോറ്റുക. വേറൊരാളോട് ഹബീബ റസൂൽ ചോദിച്ചപ്പോൾ പറയും നിന്റെ ഭാര്യക്ക് നീ ഗുണം ചെയ്യുക. ഇത് 10 ആൾ ചോദിച്ചപ്പോ 10 മറുപടിയാണ്. ഇതാണ് കുപ്പിയകത്തുള്ള വസ്തു. അതായത് നിങ്ങൾക്ക് അഫ്ളലല്ല, ഇയാൾക്ക് അഫ്ളൽ. മറ്റൊരു പൊതുവായ അഫ്ളലാണ്. ഈ പൊതുവായ അഫ്ളൽ പലപ്പോഴും ഇൻഡിവിജ്വലായി മാറിക്കൊണ്ടേയിരിക്കും. ഓപ്പറേഷൻ കഴിഞ്ഞ രോഗിയുടെ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഏൽപ്പിക്കപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ നോക്കലാണല്ലോ ഇയാൾക്ക് പ്രധാനം. അല്ലാതെ ബാങ്ക് കൊടുക്കുമ്പോഴത്തേന് പള്ളിയൊക്കെ പോകലാണോ? അവിടെ നിൽക്കാൻ പറ്റിയ ഒരാൾ വരാതെ അവൻ പള്ളിയൊക്കെ പോകില്ലല്ലോ. അയാൾ വരുമ്പോഴത്തേന് 1 മണിക്കൂർ കഴിയും. ഇയാൾ കുറ്റക്കാരനാണോ? ഇയാൾക്ക് അഫ്ളൽ നഷ്ടപ്പെടുമോ? എന്താണ് നിങ്ങൾ ഓർക്ക്? ഇയാൾ വാങ്ങി, ഇയാൾ എ സിയിൽ കിടക്കണം. അപ്പൊ ബാങ്ക് കൊടുത്താൽ മുമ്പ് പള്ളിയൊക്കെ പോകും. അപ്പൊ ഇതിന്റെ അവസ്ഥ എന്താ? വളരെ മൈന്യൂട്ട് പോയിന്റിൽ പോലും ഇയാളെ ജീവൻ നഷ്ടപ്പെടും. ഇത് അങ്ങനെ തന്നെയല്ലേ? അപ്പൊ എല്ലാവർക്കും അങ്ങനെ ഒരു ഋതുവാകാം. അത് മറ്റേ പൊതുവാണ്, പൊതുവായി അതാണ്. പക്ഷെ ഓരോരുത്തർക്ക് മാറും. കൊടുത്തപ്പോഴാണ് ഒരാൾ കിണറ്റ് ചാടിയത്. അപ്പോൾ മൂലരോട് ചോദിച്ച് അയ്യുൽ അഅ്മാലി അഫ്ളൽ, ഏറ്റവും വലിയ അമൽ ഏതാണ്? അത് കൊടുത്താൽ നിസ്കരിക്കലെന്നെ. അപ്പോ എല്ലാവരും പള്ളിയേക്കാണ് പോയി.
ഇനി ബലമായി എതിർത്താൽ മതിയോ? ഒരു പൊതുവായ കാര്യം ഓരോരുത്തരുടെ സന്ദർഭത്തിന്റെയും വ്യക്തിയുടെയും കാര്യം വ്യത്യാസം ഉണ്ടാവും. മറ്റു പൊതുവായ കാര്യമാണ്. ബാങ്ക് കൊടുക്കുന്ന ജമാഅത്തിന്റെ നേരത്തെ ദർസ് നടക്കുന്ന വലിയ ആലിമീങ്ങളെ എനിക്കറിയാം. ചെറിയൊരുന്നല്ല, രാത്രി പൊട്ടിക്കരഞ്ഞിട്ട് ഖുർആൻ ഓടിക്കരയുന്ന ഉസ്താദ്മാരെ ഞങ്ങളുണ്ട്. ആ ആളുകൾ ബാങ്ക് കൊടുത്താൽ ദർസ് നടത്തും. എന്തുകൊണ്ട്? നീ ദർസ് അപ്പുറത്തേക്ക് നടത്താൻ അവിടെ സമയം വേറല്ല, അത്രയും കൃത്യമായ സമയങ്ങളാണ്. ഇത് കഴിഞ്ഞ് പിന്നെയും 1/2-3 മണിക്കൂർ ഈ ദർസ് നൂട്ടും. പള്ളിയുടെ മുകളിൽ ദർസങ്ങ നടക്കും, താഴെ ജമാഅത്ത് നടക്കും. ഇത് കഴിഞ്ഞിട്ട് ഇവര് ജമാഅത്ത് നടത്തും. പക്ഷെ നാടന്മാരെ നമ്മളിത് നോക്കിയാൽ എന്ത് പറയും? എന്ത് മൂല്യരെ ഇയാള് നിസ്കരിക്കുന്ന നേരത്തെ ക്ലാസ്, എന്ത് നിസ്കരിക്കാത്ത ക്ലാസ്? ഓനെ അജീതെ കേട്ടിട്ടുള്ളൂ, അതിന് അപ്പുറത്ത് കേട്ടിട്ടില്ല. ഈ കുട്ടികൾ ഇതിങ്ങനെ പഠിച്ചതിനെ കുട്ടികളെ ഒരു ക്ലാസ്സിൽ ഒരു പോയിന്റ് വീണാൽ ശ്രദ്ധ തെറ്റും. പിന്നെ ആ ക്ലാസ് ശരിയാകാൻ സത്യല്ലേ മാഷെ? പ്രസംഗം വരെ അങ്ങനെയാണ്. ഒരു കേറ്റിക്കൊണ്ട് ഞാൻ ചില ആളുകൾ ബക്കറ്റ് എടുക്കണൊക്കെ തലവേദനയാണ്. നമ്മളെ കാര്യം ഭയങ്കര ഒരു പോയിന്റിൽ കൊണ്ടുവന്ന് അവരെ മനസ്സ് മാറ്റിയെടുക്കുന്ന സമയത്താണ് ഒരുത്ത ബക്കറ്റ് കൊണ്ടുവരിക. ആ ബക്കറ്റ് അവിടെ കണ്ണോടുകൂടെ മൊത്തം ആളുകൾ ഈ മനസ്സ് മാറും. ആ നേരത്തെ ബക്കറ്റ് എടുക്കാൻ മോനോട് പറഞ്ഞ ചെയ്താനാണ്. ഇത് പറഞ്ഞ മനസ്സിലായോ? ഒരു പോയിന്റ് തെറ്റിയാൽ പിന്നെ ആ ശ്രദ്ധ തിരിച്ചിട്ടൂല. അപ്പൊ അതാണ് ദർസ് നടത്തുന്നത്. ഈ വ്യക്തി, ഞാൻ ഈ പറയുന്ന ഈ ആലിം എന്ന് പറഞ്ഞാൽ നട്ടപ്പാതിരക്ക് 3 മണിക്ക് ഓത്തേക്കും, പിന്നെ ഒത്തേക്കൂല, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഒത്തേക്കും, പിന്നെ ഒത്തേക്കൂല, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഒത്തേക്കും, പിന്നെ ഒത്തേക്കൂല. ഒരു ദിവസം ഞങ്ങൾ കുറച്ച് ആളുകൾ പിന്നെ വാതിലിന്റെ ഉള്ളിലൂടെ ഇതെന്താവും അപ്പൊ കരയാണ്, ഓതും, എന്നിട്ട് കരിയും. പിന്നെ ഓതാൻ കഴിയില്ല, കരിയും. പിന്നെ കുറച്ച് ഓതും, ആ കരിച്ച് നിൽക്കുമ്പോൾ പിന്നെയും കരിയും. ഈ മനുഷ്യനാണ് ഇവിടെ അപ്പുറത്ത് ജമാഅത്ത് നടക്കുമ്പോൾ എന്ത് ചെയ്യണത്? ക്ലാസ് നടത്തുന്നത്. എല്ലാവർക്കും ഒരു അവസ്ഥയല്ല, എല്ലാവർക്കും ഒരു കാര്യമല്ല, എല്ലാവരും റുത്ബയും ഒന്നല്ല. ഒരാൾക്കും അള്ളാഹിനോട് റസൂലാണ് ബന്ധം, അതും ഒന്നല്ല. മനസ്സിലാണ്ട് പറയുന്നത്. ഇയാളെ എന്താ പറയുന്നത്? നമ്മക്ക് തോന്നും എന്ത് റുത്ബത്തു കുല്ലിൽ മാദിഹീന ഖസീറത്തുൻ, എല്ലാ പ്രകീർത്തകരുടെയും സ്ഥാനം വളരെ ചെറുതാണ്. എന്റെ അങ്ങനെ പറയാൻ കാരണം, അങ്ങനെ പറയാൻ കാരണം ഉണ്ടാവും, അതിന് മാത്രം ഉണ്ട്. അത് ചിലപ്പോൾ മുസ്തഫാ നബിനെ പറഞ്ഞു കൊടുക്കും, നിന്റെ സ്ഥാനത്തെ ഒരാളില്ല, അങ്ങനെ ഉണ്ടാവും. നമുക്കൊന്നും അറിയൂല, നമുക്ക് യാതൊരു വിവരമല്ല. റുത്ബത്തു കുല്ലിൽ മാദിഹീന ഖസീറത്തുൻ അൻ ഇദ്റാകി മാ ഇൻദി ഫസബ്ഖി യർസഖു അൻ ഇദ്റാകി മാ ഇൻദി ഖസീറത്തുൻ, ഏത് പ്രകീർത്തകരുടെയും സ്ഥാനം വളരെ ഖസീറത്തുൻ ചെറുതാണ്. അൻ ഇദ്റാകി മാ ഇൻദി, എന്റെ കയ്യിലുള്ളത് കരസ്ഥമാക്കുന്നതിനെ തൊട്ട് അവരൊക്കെ ചെറിയ സ്ഥാനത്താണ്. ഫസബ്ഖി യർസഖു, എന്റെ സ്ഥാനം, എന്റെ മുൻകടക്കൽ സ്ഥിരപ്പെട്ട കാര്യമാണ്.